1992 സിബി മലയിൽ സംവിധാനം ചെയ്ത കമലദളം എന്ന ചിത്രത്തിലൂടെയാണ് ബിന്ദു പണിക്കർ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ആകാശദൂത്, വാത്സല്യം തുടങ്ങി 200ഓളം സിനിമകളിൽ ബിന്ദു പണിക്കർ അഭിനയിച്ചു. കൂടുതലും കോമഡി റോളുകളിലായിരുന്നു തിളങ്ങിയത്. രാജശേഖരൻ സംവിധാനം ചെയ്ത ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം എന്ന സിനിമയിൽ ബിന്ദു പണിക്കരുടെ ഇന്ദുമതി എന്ന പൊങ്ങച്ചക്കാരിയായ കഥാപാത്രം വളരെയധികം പ്രേക്ഷക പ്രീതി നേടിയിരുന്നു. ലോഹിതദാസ് സംവിധാനം ചെയ്ത ജോക്കർ, സൂത്രധാരൻ, സത്യൻ അന്തിക്കാടിൻ്റെ നരേന്ദ്രൻ മകൻ, ജയകാന്തൻ വക, ലാൽ ജോസിൻ്റെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടി എന്നീ സിനിമകളിൽ ബിന്ദു പണിക്കർ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. സൂത്രധാരനിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബിന്ദു നേടി. ബിന്ദു പണിക്കർ അഭിനയിച്ച വാത്സല്യത്തിലെ നളിനി മലയാളികളുടെ നെഞ്ചു നോവിച്ച ഒരു കഥാപാത്രമായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ട്രോളന്മാരുടെ ഇഷ്ടകഥാപാത്രങ്ങളായ ഇന്ദുമതി, CID മൂസിലെ രമണി, സാറാമ്മ, വനജ തുടങ്ങി 50ലധികം അനശ്വര കഥാപാത്രങ്ങൾ അഭ്രവാളികളിലെത്തിച്ച ബിന്ദു സൂത്രധാരനിലെ ദേവമ്മ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളെ ആദ്യമായി ഞെട്ടിച്ചു. മമ്മൂട്ടി നായകനായി എത്തിയ റോഷാക്ക് കണ്ടവർ ബിന്ദു പണിക്കരെ കണ്ട് വീണ്ടും ഞെട്ടി. ഒരു ഇടവേളയ്ക്ക് ശേഷം ബിന്ദു തിരിച്ചെത്തിയത് സീതമ്മ എന്ന ആരെയും ഭയപ്പെടുത്തുന്ന അമ്മ കഥാപാത്രവുമായിട്ടാണ്. അളന്നു മുറിച്ചാണ് മമ്മൂട്ടി റോഷാക്കിലെ താരങ്ങളെ നിർദ്ദേശിച്ചിരുന്നത്. മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പ് തെറ്റിയില്ല. മമ്മൂട്ടിയോളം തന്നെ വിസ്മയിപ്പിക്കുന്ന അഭിനയ പ്രകടനവുമായി ബിന്ദു പണിക്കർ മലയാള സിനിമയിൽ വീണ്ടും സജീവമായി. റോഷാക്ക് കണ്ടതിൻ്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല എന്ന് ബിന്ദു തന്നെ പറയുന്നു. ശക്തമായതൊരു കഥാപാത്രവുമായി സിനിമയിലേക്ക് തിരിച്ചതിൻ്റെ സന്തോഷം ബിന്ദു പണിക്കർ മറച്ചുവെച്ചില്ല. 1998 ആദ്യ വിവാഹം ബിജു വി നായരുമൊത്ത് നടന്നു. പിന്നീട് അദ്ദേഹം ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയതിനു ശേഷം 2009 നടൻ സായി കുമാറുമായി പ്രണയത്തിലാകുകയും അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തു. ബിന്ദു പണിക്കർ എക്കാലത്തെയും അപാര കാലിബറുള്ള നടിയാണെന്നാണ് GPS മീഡിയയുടെ വിലയിരുത്തൽ. അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന വേഷങ്ങൾ ഇനിയും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി GPS മീഡിയ ആശംസിച്ചുകൊള്ളുന്നു.